ഫെന്റനൈൽ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ട ശരിയായ കാര്യം പരസ്പരം തുല്യരായി പരിഗണിച്ചുകൊണ്ട് ചൈനയുമായി കൂടിയാലോചിക്കുകയാണ് വേണ്ടത്. യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു താരിഫ് യുദ്ധമായാലും ഒരു വ്യാപാര യുദ്ധമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യുദ്ധമായാലും അവസാനം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ചൈന എംബസിയുടെ എക്സിലെ പോസ്റ്റാണിത്. അതേസമയം ചൈനീസ് ഇറക്കുമതിക്ക് US തീരുവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ദുർബലമായ ഒഴിവുകഴിവ് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഫെന്റനൈൽ വിഷയത്തെ വിശേഷിപ്പിച്ചിരുന്നത്. രാജ്യത്തിന്റെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ചൈനയുടെ പ്രതിരോധ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതവും ആവശ്യവുമാണെന്ന് മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു. ഫെന്റനൈൽ പ്രതിസന്ധിക്ക് മറ്റാരുമല്ല, അമേരിക്കയാണ് ഉത്തരവാദി. മനുഷ്യത്വത്തിന്റെയും അമേരിക്കൻ ജനതയോടുള്ള സൗമനസ്യത്തിന്റെയും ആത്മാവിൽ ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ US സഹായിക്കുന്നതിന് ഞങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രമങ്ങളെ അംഗീകരിക്കുന്നതിന് പകരം US ചൈനയിൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുകയാണ്. കൂടാതെ തീരുവ വർധനവിലൂടെ ചൈനയെ സമ്മർദ്ദത്തിലാക്കാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ശ്രമിക്കുകയാണിപ്പോൾ. അവരെ സഹായിച്ചതിന് അവർ ഞങ്ങളെ ശിക്ഷിക്കുകയാണിപ്പോൾ. ഇത് US പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. കൂടാതെ നമ്മുടെ മയക്കുമരുന്ന് വിരുദ്ധ സംഭാഷണത്തെയും സഹകരണത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. പ്രസ്താവനയിൽ ചൈന കൂട്ടിച്ചേർത്തിരുന്നു. ഇതെല്ലാം ട്രംപ് ഭരണകൂടം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള 10% പുറമെ 10% അധിക തീരുവ ചുമത്തിയിരുന്നു. ഇതേ വിഷയത്തിൽ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ പുതിയ തീരുവകൾ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും ഈടാക്കുന്ന ഉയർന്ന താരിഫുകളെ വിമർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് വളരെ അന്യായമാണെന്നും പരസ്പര താരിഫുകൾ പ്രഖ്യാപിക്കുന്നത് അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു. ഏപ്രിൽ 2 മുതൽ പരസ്പര താരിഫുകൾ ആരംഭിക്കുമെന്ന് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റും വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി നമുക്കെതിരെ താരിഫ് ഉപയോഗിച്ചു വരികയാണ്. ഇപ്പോൾ ആ മറ്റ് രാജ്യങ്ങൾക്കെതിരെ അവ ഉപയോഗിക്കാൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശരാശരി യൂറോപ്യൻ യൂണിയൻ, ചൈന, ബ്രസീൽ, ഇന്ത്യ, മെക്സിക്കോ, കാനഡ, നിങ്ങൾ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൂടാതെ എണ്ണമറ്റ മറ്റ് രാജ്യങ്ങൾ നമ്മൾ ഈടാക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന താരിഫ് ഈടാക്കുന്നുണ്ട്. ഇത് വളരെ അന്യായമാണ്, ട്രംപ് ചൊവ്വാഴ്ച രാത്രി പറയുകയുണ്ടായി. ചൊവ്വാഴ്ച കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസംഗം വൈറ്റ് ഹൗസിലെ അദ്ദേഹത്തിന്റെ 2ാം ടൈമിന്റെ ആദ്യ പ്രസംഗമായിരുന്നു. ജനുവരി 20-ന് ട്രംപ് US 47ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇന്ത്യ 100% കൂടുതൽ ഓട്ടോ താരിഫ് ഈടാക്കുന്നു, അദ്ദേഹം തുടർന്നു. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US തലസ്ഥാന സന്ദർശന വേളയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ തന്റെ ഭരണകൂടം ഉടൻ പരസ്പര തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഭീഷണി നൽകുകയും ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ പരസ്പര താരിഫുകളിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കില്ലെന്ന് ട്രംപ് പ്രധാനമന്ത്രി മോദിയോട് വ്യക്തമാക്കിയിരുന്നു. താരിഫ് ഘടനയിൽ ആർക്കും എന്നോട് തർക്കിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഊന്നി പറയുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയുടെ ശരാശരി താരിഫ് ഇരട്ടിയാണ്. ദക്ഷിണ കൊറിയയുടെ ശരാശരി താരിഫ് 4 ഇരട്ടി കൂടുതലുമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, 4 ഇരട്ടി കൂടുതൽ. ദക്ഷിണ കൊറിയയ്ക്കും സൈനിക മാറ്റം മറ്റ് പല വഴികളിലൂടെയും നമ്മൾ വളരെയധികം സഹായം നൽകിയിട്ടുമുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഇത് സുഹൃത്തും ശത്രുവും വഴിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം അമേരിക്കയോട് നീതി പുലർത്തുന്നില്ല, ഒരിക്കലും അങ്ങനെ ആയിരുന്നുമില്ല, അദ്ദേഹം പറയുന്നു. ഏപ്രിൽ 2 മുതൽ പരസ്പര താരിഫുകൾ പ്രാബല്യത്തിൽ വരുമെന്നും മറ്റു രാജ്യങ്ങൾ നമ്മിൽ നിന്നും എന്ത് തീരുവ ചുമത്തിയാലും നമ്മൾ അവരിൽ നിന്നും തീരുവ ഈടാക്കും. അത് പരസ്പര വിരുദ്ധമാണ്. അവർ നമുക്ക് ഏത് നികുതി ചുമത്തിയാലും നമ്മൾ അവരിൽ നിന്നും അതിൻ്റെ ഇരട്ടി ഈടാക്കണം. അവരുടെ വിപണിയിൽ നിന്നും നമ്മളെ അകറ്റി നിർത്താൻ അവർ പണേതര താരിഫുകൾ ചെയ്താൽ നമ്മുടെ വിപണിയിൽ നിന്നും അവരെ അകറ്റി നിർത്താൻ നമ്മൾ പണേതര തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് വെല്ലുവിളിച്ചു. അവർ ഞങ്ങളെ അവരുടെ വിപണിയിൽ പോലും അനുവദിക്കുന്നില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ട്രില്യൺ കണക്കിന് ഡോളറുകൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ ചൈനയിലും അത് ചെയ്തു കൊടുത്തിട്ടുമുണ്ട്, മറ്റുള്ളവരിലും ഞാൻ അത് ചെയ്തു കൊടുക്കും. ബൈഡൻ ഭരണകൂടത്തിന് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര പണമുണ്ടായിരുന്നു. ഭൂമിയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് സംഭവിക്കാൻ പാടില്ല, ഞങ്ങളത് അനുവദിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി.